ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും തുടങ്ങിയിട്ട് ഒന്നും അറിയാത്തവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങൂല്ലേ, അതിൽ പല പല സെറ്റിങ്സുകളും ചെയ്താൽ മാത്രമേ വ്യൂസൊക്കെ വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റിങ്സൊക്കെ യൂട്യൂബ് നമ്മൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പേരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പാണ്. അതെന്ന് പറയുന്നത് YT സ്റ്റുഡിയോൻ്റെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അതിൽ എല്ലാ സെറ്റിങ്സ് ഒന്നും ഇല്ല, കുറച്ച് സെറ്റിങ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയ്ക്ക് സെറ്റിങ്സ് ഒന്നും മൊബൈൽ ആപ്പായിട്ടുള്ള YT സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറേ സെറ്റിങ്സൊക്കെ അവൈലബിൾ ആയിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഓരോ സെറ്റിങ്സുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് യൂട്യൂബ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ സെറ്റിങ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ ക്രോമിലൂടെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രോമിലൂടെയാണ് നമ്മൾ ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടുതൽ പേര് ഞാനുൾപ്പെടെ മൊബൈൽ ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെയാണ് എന്താ പറയുക വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ കുറച്ചായിട്ട്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ക്രോമിലൂടെ പോയിട്ടാണ് കേട്ടോ. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുമല്ലോ, അതിലൂടെയാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ക്രോമിലൂടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ കുറേ ഓപ്ഷൻസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് ആ ഓപ്ഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രോമിലെ എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ പറയുക ചാനൽ സെറ്റിങ്സ് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ചെറുതായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷം ഏകദേശം ഒരു 10-31 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഉള്ള കുറേ സെറ്റിങ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ക്രോമിൽ പോയിട്ട് നമുക്ക് YTstudio.in അടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, എങ്കിലും കാണിച്ചു തരികയാണ് YTstudio.in അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചതുപോലെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ കിടക്കുന്നത്. ഇപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഏറ്റവും മറ്റേ ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ, നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെയുള്ളതാണ്. ഒരു ബോക്സ് പോലെ കാണും, പെട്ടി, അതിൽ ക്ലിക്ക് ചെയ്യുക, അതാണ് ഡാഷ്ബോർഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ അറിയാൻ പറ്റും. അത് എഴുതി കാണിച്ചു തരും, കണ്ടില്ലേ, ഇതിലെല്ലാം അറിയാൻ പറ്റും കേട്ടോ. ഫസ്റ്റത്തെ ഡാഷ്ബോർഡ്, പിന്നെ വീഡിയോ, അങ്ങനെ കമൻറ്റ്സ്, അങ്ങനെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക വീഡിയോ ആണ്. ഡാഷ്ബോർഡാണ് ഫസ്റ്റ് കിടക്കുന്നത്, അത് ഓപ്പൺ ആക്കിയപ്പോൾ വന്നത്. അതിന് താഴെയുള്ളതാണ് കേട്ടോ വീഡിയോ ചിഹ്നത്തിൽ. അപ്പോൾ നമ്മളിട്ട വീഡിയോസ് എല്ലാം അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോയിൽ ചെറുതായിട്ട് കാണാൻ പറ്റുമല്ലോ, അതുപോലെ അതിൻ്റെ വലിയൊരു രൂപത്തിലാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു രൂപമാണ് കേട്ടോ, മൊബൈൽ ആപ്പാണ് YT സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സെക്ഷൻ കാണാൻ പറ്റും, പിന്നെ ഷോർട്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ലൈവ്, പോസ്റ്റ്, അങ്ങനെ അതെല്ലാം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അനലറ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ടുള്ള അനലറ്റിക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക, ഓരോ വീഡിയോൻ്റെയും അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ വാച്ച് അവർ ആണെങ്കിലും അതേപോലെ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ടോട്ടലായിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് നോക്കിയിട്ട് എന്താ പറയുക നമ്മുടെ വാച്ച് ടൈം കണക്കാക്കാൻ പറ്റില്ല കേട്ടോ. ഏൺ പേജിൽ തന്നെ വാച്ച് ടൈം നോക്കണം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതിൽ ടോട്ടലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വരും കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് സബ് ടൈറ്റിലാണ്, അത് കാര്യമില്ല. പിന്നെ കോപ്പി റൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കും കേട്ടോ. അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ ഏൺ പേജിലാണ് നമ്മൾ ശരിക്കും നമ്മുടെ എന്താ പറയുക ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്ക് ഡോളറൊക്കെ നോക്കാൻ പറ്റുക. പിന്നെ വാച്ച് അവർ ആയവർക്ക് വാച്ച് അവർ. അത് കഴിഞ്ഞ് കസ്റ്റമൈസേഷൻ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെയുള്ളത് കസ്റ്റമൈസേഷൻ, അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമൈസേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ബാനറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചർ കൊടുത്തതും കാണാൻ പറ്റും, കണ്ടില്ലേ? അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഹാൻഡിൽ നെയിമും ചാനലിൻ്റെ പേരൊക്കെ നമുക്ക് 14 ദിവസത്തിലൊരിക്കലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്കിതിൽ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കീവേഡ്സും നമുക്കിതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലിങ്ക് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെയോ വാട്സപ്പിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിൽ പിന്നെ ഏറ്റവും അവസാനമായിട്ട് വാട്ടർ മാർക്കാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു പിക്ചർ എടുത്തിട്ട് അത് സൈസ് കാണിക്കുന്നുണ്ട്. ആ സൈസ് അനുസരിച്ചിട്ട് പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വീഡിയോയ്ക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഇയർ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ടതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ്, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ്, അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോയ്ക്കാണ് കേട്ടോ വരുന്നത്. ഒരു വീഡിയോയ്ക്ക്, എല്ലാ വീഡിയോയ്ക്കും വരും. നമ്മൾ പബ്ലിഷ് എന്ന് കൊടുക്കണം കേട്ടോ. ഏറ്റവും മേലെ പബ്ലിഷ് എന്നുണ്ട്, അത് കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം അടുത്തത് ഹോം ടാബ് ഉണ്ട് കേട്ടോ. ആ ഹോം ടാബിൽ ഏറ്റവും ടോപ്പിലാണ് ഹോം ടാബ് കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിനടിയിലായിട്ട് ഹോം ടാബ് എന്ന് കാണാം. അത് ഓണാക്കി കൊടുക്കണം. ബ്ലാക്കിൽ കണ്ടോ, അതാണ് കേട്ടോ. ഓണാക്കി കൊടുക്കുക എല്ലാവരും. പിന്നെന്ന് പറയുന്നത് ഫീച്ചേർഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണും. അതിൻ്റെ നേരെ ഒരു പ്ലസ് ചിഹ്നത്തിൽ ആഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കില്ല നമ്മളെ വീഡിയോ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ആക്കിയതും അതിൻ്റെ താഴെയായിട്ട് നമുക്കിപ്പോൾ പ്ലേലിസ്റ്റ് ആണെങ്കിൽ പ്ലേലിസ്റ്റ്, അല്ലെങ്കിൽ പോപ്പുലർ വീഡിയോ, അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ലൈവ്, പ്ലേലിസ്റ്റ്, പിന്നെ അതേപോലെ എന്താ പറയുക വീഡിയോ, അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം. പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പോപ്പുലർ, അങ്ങനെ ഓരോന്ന് കാണും, ഓപ്ഷൻ കാണും. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഏറ്റവും താഴെയായിട്ട് കണ്ടില്ല, ഇപ്പോൾ വീഡിയോ പോപ്പുലർ വീഡിയോസ് വന്നിട്ടുണ്ട്. പിന്നെ പ്ലേലിസ്റ്റ് അങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് തിരഞ്ഞ് പിടിക്കാതെ തന്നെ ഇതൊക്കെ നമുക്ക് വേഗത്തിൽ കാണാൻ പറ്റും. അതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. പിന്നെ ഫോർ യു, അതിൻ്റെ താഴെയായിട്ട് മോർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീം, ഇതൊക്കെ ഓണാക്കി ഇടുക. പിന്നെ ഓൾ കണ്ടൻറ്റ് ഓണാക്കി ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഒരു റൗണ്ടിലെ ചിഹ്നങ്ങളും, അതാണ് സെറ്റിങ്സ് കേട്ടോ. അപ്പോൾ ചാനൽ സെറ്റിങ്സ് ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും കുറച്ച് നമ്മുടെ ഓഡിയോ ലൈബ്രറി കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അത് ചാനൽ സെറ്റിങ്സിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബേസിക് സെറ്റിങ്സ് കാണാൻ പറ്റും. അത് മെയിനായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ അടുത്തതാണെന്ന് പറയുന്നത് ചാനൽ സെറ്റിങ്സ് ആണ് കേട്ടോ. ചാനൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിലെന്ന് പറഞ്ഞിട്ട് ബേസിക് സെറ്റിങ്സ്, ബേസിക് സെറ്റിങ്സിൽ നമ്മുടെ ഇന്ത്യ എന്ന് കൊടുക്കുക ഫ്രണ്ടിൽ. പിന്നെന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണോ നമ്മൾ കൊടുക്കുക കീവേഡ്സ്, അത് തന്നെയാണ് ഇവിടെ കീവേഡ്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ കീവേഡ്സുകൾ കുറേ കൊടുക്കുക. പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് ആണ് സെക്കൻഡ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിൽ ക്ലിപ്സ് ഓൺ ആക്കിയിടുക. പിന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് അതില്ലേ, അത് ഓൺ ആക്കിയിടുക കേട്ടോ. അത്രയേ ഉള്ളൂ. അതിൽ വലിയ കാര്യമില്ല, ഓൺ ആക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ ഫ്യൂച്ചർഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 എനേബിൾ ആക്കി ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതെന്തായാലും എലിജിബിൾ ആയിരിക്കണം. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതും അങ്ങനെ എനേബിൾ ചെയ്തിടുക കേട്ടോ. ഗ്രീൻ കളറിൽ കാണും. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സെറ്റിങ്സ്. മെയിൻ സെറ്റിങ്സ് എല്ലാ സെറ്റിങ്സും ഏകദേശം ആയി, ഇനിയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും ഇതിലൂടെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡൽ ഇതിലാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു മേലെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ആരോ മാർക്ക് കാണും. ഈ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് വരും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ശരിയായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ല. ലാപ്പൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യും. നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യുന്നവർ സാധാ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും, കമൻസൊക്കെ ടോട്ടലായിട്ട് കാണാൻ പറ്റും കേട്ടോ അതിൽ. അപ്പോൾ പിന്നെ വാച്ച് ടൈം നമുക്ക് ഏണിൽ തന്നെ പോയി നോക്കണം, അല്ലാതെ നോക്കരുത് ഒരിക്കലും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്